ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ നമ്മൾ എരുമാട് പോയതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇനി കാണിക്കാൻ പോണത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ പോയി വയനാട് കുറവാദ്വീപോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു സ്ഥലം തന്നെ എപ്പോഴാണ് കാണുന്നത് അവിടെ പോയപ്പോൾ. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദ്വീപ് 3:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും, അങ്ങോട്ട് ഒന്നും പോകാൻ പറ്റൂല നമുക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് പോവാം. നിറയെ മുളകൊണ്ട് കെട്ടിയിട്ടുള്ള അതിനെന്താ പറയുക, ചെങ്ങാടെന്നോ അങ്ങനെ എന്തോലും പറയുക. അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്കൊന്ന് പോവാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് സംഭവങ്ങളുള്ളൂ ഇവിടെ, അത് മാത്രം ഉള്ളൂ ഇവിടെ. ഇനി പോകാൻ പറ്റുന്ന അതിൽ മാത്രമാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 4:30 സമയം അങ്ങനെ കഴിക്കുന്നു കേട്ടോ. 4 മണിയോ 4:30 ആയിട്ടുണ്ട്. കറക്റ്റ് ഓർമ്മയില്ല എത്ര മണിക്കാണ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കയറണ്ടേ അങ്ങനെയൊക്കെ വിചാരിച്ച് നിന്നു. 5 ആൾക്ക് കയറാൻ 400 രൂപ അങ്ങനെ എന്തായിട്ടുണ്ട് കേട്ടോ. 10 ആളെ ഒരു ഇതിൽ കയറാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളെ കയറാൻ പറ്റൂല, അങ്ങനെ 3 വയസ്സിന് താഴെയുള്ള അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഏതായാലും ഇതിൽ ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 10-11 ആൾക്കാരും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഏതായാലും കയറാം. അപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. അതിൽ വെള്ളത്തിലുള്ള കളി നമുക്ക് പണ്ടേ പേടിയാണ് കേട്ടോ. വെള്ളം നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഏതായാലും അതിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്ന് കണ്ടു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു വൈസിനും ഞാനും കൂടെ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കൂടെ കൂട്ടാനായിട്ട് മറക്കരുത്. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് തരിക, കമൻറ്റ് തരിക, അങ്ങനെയൊക്കെ ചെയ്യണേ. അപ്പോൾ സംഭവങ്ങൾ കണ്ടില്ലേ, അതിൽ നമ്മൾ ആളെ ഇരുത്തിയതിന് ശേഷം ഒരു കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചുറ്റുഭാഗവും ഇട്ട് ആ കയറ് ഒരാൾ നമ്മൾ കൂടെ കയറും, അയാൾ ഇങ്ങനെ ആ കയറ് ഇങ്ങനെ വലിച്ച് നമ്മളങ്ങനെ കൊണ്ടുപോകും. അതന്നെ ഉള്ളൂ കേട്ടോ. അതിലിങ്ങനെ ഇരിക്കുക. ഞാനൊക്കെ ഇരിക്കണ പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ഇതിൽ ഇരിക്കണത് കേട്ടോ. അപ്പോൾ ഐസിന് മറ്റേ തുഴയണ ആ സാധനം ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഉണ്ടാവും ഒന്നിൽ. എന്നിട്ട് ഇവനങ്ങനെ തുഴഞ്ഞിട്ട് അതിലെങ്ങനെ ഇട്ട് മുങ്ങി താന്ന് പോയാൽ ഞാൻ അതിന് വേറെ എന്തെങ്കിലും ഉണ്ടാവുക വിചാരിച്ചിട്ട് ഞാനിന് ഫെയിലാൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഇരിക്കണേ. ഓരോരുത്ത് പറഞ്ഞ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഓല് 2 കൂടെ നൊയിച്ചില്ലായിരുന്നു വെള്ളത്തിലിട്ട. ഐസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുമ്പോഴും മറിയുമ്പോഴൊക്കെ പേടിയാണ്. ചെറിയ കുട്ടിയല്ലേ ഓന്. പിന്നെയാണെങ്കിൽ വലുതിൽ കിടന്നിട്ട് ഓരോരോ കുത്തിമറിച്ചിലും കാര്യങ്ങളൊക്കെ അതിനോട്ട് കയറിയവരെല്ലാവരും കൊണ്ട് പേടിപ്പിക്കുക. പിന്നെ ഞങ്ങൾ ഇതിൽ എത്ര ആയുണ്ടെന്ന് ചോദിച്ചപ്പോൾ 3 അടി താഴ്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും കൂടെ പേടി കൂടിയിട്ടാ. എൻ്റെ ഐസിനൊക്കെ വെള്ളത്തിൽ കോട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും തല ഇങ്ങനെ താത്തിയിട്ടേ പിടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നാളെ നമ്മൾ നീന്തം പഠിപ്പിക്കാനോ കൊണ്ടുപോയപ്പോൾ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, തല താത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞങ്ങൾ ഏതായാലും അവിടുന്ന് വേറൊരു മ്യൂസിയം കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളതാണ്. കളിമണ്ണിൽ ഉണ്ടാക്കി ചുട്ടടിച്ചിരിക്കുന്നത് ആദിവാസി സ്ത്രീ കുഴവിടുന്നുണ്ട്. അടിയ, പണിയ, കുറുമ, നായിക്ക, കുറിച്ച എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നടക്ക് ടോയ്ലറ്റ് അവിടെ ഐസിൻ പോയിക്കോ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇതാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ട് കാണാനെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി ഞങ്ങളെ കൂട്ടിയിട്ട് പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ കയറി ഇങ്ങനെ കണ്ടു. കുട്ടികളൊക്കെ ഒരു തല ഓടുന്നുണ്ട്, ഞങ്ങളൊരു തല വീഡിയോ പകർത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇതിൻ്റെ മുകളിലും ഉണ്ട് കുറേ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാണിച്ചു തന്നു കേട്ടോ.
പോയതിന് ശേഷമാണ് കേട്ടോ മുകളിലേക്ക് കയറിയിട്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഷൂ ആണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ ഊരിക്കെട്ടിന് അങ്ങോട്ട് കയറാൻ ഭയങ്കര മടി. അപ്പം ഞാൻ നുഫൈലാൻ്റെ അനിയൻ മോനുവിനോട് അറിഞ്ഞു വീഡിയോ ഒക്കെ എടുത്തായോ എന്ന്. ഓ നല്ല അടിപൊളിയായിട്ട് തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഉള്ള. കിളിക്കൂടോ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതൊക്കെ ഈ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ. പിന്നെ നമുക്കതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളതൊന്നും വാങ്ങാൻ നിന്നിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടി കയറി നമ്മളെ സ്ഥിരം പരിപാടി തുടങ്ങി. കഴിക്കാനുള്ളതൊക്കെ ബാഗിൽ നിന്ന് കുത്തിപ്പറിച്ചെടുക്കൽ തുടങ്ങിയിട്ടാ. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് എൻ്റെ കയ്യിൽ കഴിക്കാൻ ബാക്കിയുള്ളത് ഈ ഒരു സംഭവമാണ്, സോനാപ്പപ്പൊടിയെന്നോ അങ്ങനെയൊക്കെയാണ് ഇതിന് പറയലിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് ഇന്നോട്ട് 40 രൂപയുടെ ഒരു പെട്ടിക്ക്. പക്ഷേങ്കിൽ ഇത് ഭയങ്കര പറ്റിപ്പായിപ്പോയി. ഉള്ളിലിതാ ഒരു കടലാസ് കുത്തി നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചുറ്റുഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ തുറന്നു നോക്കിയപ്പോഴല്ലേ കണ്ടത്. അങ്ങനെ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൈയിട്ട് വാരി അതങ്ങോട്ട് തിന്നു. കിട്ടാത്തവരും ഉണ്ടാവും കേട്ടോ പല സാധനങ്ങളും. അങ്ങനെ നമ്മൾ സംഭവം ലാസ്റ്റ് ഇത് തിന്നലേഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഐസിന് വീണ്ടും ഉറക്കത്തിലേക്ക് പോയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സീറ്റിൽ നിന്ന് അങ്ങോട്ട് അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കുള്ള ചായ കൊടുന്നു തന്നുട്ടോ. അങ്ങനെ ഞാൻ നല്ല ചൂടുള്ള ചായക്ക് കടയത്തെ ചായ കുടിക്കാൻ തന്നെ താല്പര്യം കേട്ടോ. ഈ ചൂടുകൊണ്ട് നാവ് അങ്ങ് പൊള്ളി പോകും. എത്ര ആറ്റിയാറ്റി കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നാവ് പൊള്ളൽ നിർബന്ധമാണ്. അങ്ങനെ ചായ കുടിച്ചു, വീണ്ടും യാത്ര തുടർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ഫുഡൊക്കെ കഴിച്ചു, പിന്നെയും വണ്ടി കയറി. പിന്നെയും ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ നാട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, ടാറ്റാ.